Punctuations. At some point in your life, many of you may have thought about punctuations as something very simple, not so important element in a language. But it's not like that. Without punctuations, none of your information would reach the other side the way you expect. About the OET writing in the karyanengilo, guys, you'll be very surprised like how much of impact this punctuations has on your OET scores. Adannu check cheyidal ningalku manasilavum. All right. Appo as you can see here, nammade innathe topic adu thaneyana. We will be discussing about 5 common punctuation errors in OET writing. So ഇത് വീഡിയോ കണ്ട് ഇനി വരുന്ന ക്ലാസ്സിൽ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ പങ്ക്ച്വേഷൻസ് ഒക്കെ വരാതിരിക്കാനായിട്ട് കാര്യമായിട്ട് ശ്രമിക്കുക. സോ മൈ നെയിം ഇസ് ജസ്ലിൻ ജോസ് ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ റൈറ്റ് അവേ. സോ ലെറ്റ്സ് ഫസ്റ്റ് ഡിസ്കസ് അബൌട്ട് കോമ സ്പ്ലൈസസ് ആൻഡ് റൺ ഓൺ സെൻറ്റൻസ്. ജനറലി പറയുകയാണെങ്കിൽ ജോയിനിങ് ടു കംപ്ലീറ്റ് സെൻറ്റൻസ് വിത്ത് എ കോമ. കംപ്ലീറ്റ് അതായത് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ആയിട്ടുള്ള രണ്ട് സെൻറ്റൻസുകളെ നിങ്ങൾ വെറും ഒരു കോമ കൊണ്ട് മാത്രം ജോയിൻ ചെയ്ത് പോകുന്നത് ആക്ച്വലി ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തെറ്റായിട്ടുള്ളൊരു സെൻറ്റൻസ് മേക്കിംഗ് ആണ്, സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ ആണ്. അപ്പോൾ അത് മീനിങ്ങിനെയും വളരെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറും കൂടിയാണ്. സോ ആ ഒരു എക്സാമ്പിൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ പേഷ്യൻറ്റ് ഹാസ് എ ഹിസ്റ്ററി ഓഫ് ഹൈപ്പർ ടെൻഷൻ. ഐ ജസ്റ്റ് ഗിവൺ എ കോമ. ഷീ ഈസ് കറൻ്റ്ലി ഓൺ മെഡിക്കേഷൻ. അത് ഇൻകറക്റ്റ് ആണ്. അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള വേർഷൻ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. നോക്കി, ദ പേഷ്യൻറ്റ് ഹാസ് എ ഹിസ്റ്ററി ഓഫ് ഹൈപ്പർ ടെൻഷൻ, കോമ, ആൻഡ് ഷീ ഈസ് കറൻ്റ്ലി ഓൺ മെഡിക്കേഷൻ. ഇവിടെ വ്യത്യാസം എന്താണ്? ഞാനൊരു കൺജക്ഷൻ ആഡ് ചെയ്തു. ആൻഡ് എന്ന് പറഞ്ഞൊരു കൺജക്ഷനോട് ആഡ് ചെയ്യുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് ആ രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസിനെ നമുക്ക് പ്രോപ്പർ വേയിൽ കണക്ട് ചെയ്ത് മീനിങ് ക്ലിയർ ആയിട്ട് കൺവേ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഇതല്ല, വേറെ രീതിയുണ്ട്. നമുക്ക് ആ രണ്ട് ഐഡിയാസിനെ രണ്ട് സെൻറ്റൻസിലാക്കി നമുക്ക് പറയാനും പറ്റും ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് ദി ഇൻകറക്റ്റ് വേ. ദ പേഷ്യൻറ്റ് ഹാസ് എ ഹിസ്റ്ററി ഓഫ് ഹൈപ്പർ ടെൻഷൻ, പീരീഡ് ഇട്ടു, ഫുൾ സ്റ്റോപ്പ്, ഷീ ഈസ് കറൻ്റ്ലി ഓൺ മെഡിക്കേഷൻ. സോ ഇതുപോലെ സെൻറ്റൻസുകൾ, റൺ ഓൺ സെൻറ്റൻസുകൾ എഴുതാണ്ട് പ്രോപ്പറായിട്ട് കോമ എവിടെ പ്ലേസ് ചെയ്യണം. കോമ ഇട്ട് കഴിഞ്ഞാൽ ഓൾസോ ചെക്ക് ഫോർ ദ നീഡ് ഫോർ ആഡിങ് എനി പങ്ക്ച്വേഷൻ, കൺജങ്ഷൻ നോക്കി ചെയ്യുക. ക്ലിയർ? Let's see the next error, missing commas in list. ഇപ്പോൾ ഒരു ലിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഒന്നൊന്നായിട്ട് എടുത്ത് പറയുമ്പോഴത്തേക്കും എന്ത് വേണം, കോമാസ് ആഡ് ചെയ്യണം എന്നറിയാം അല്ലേ. പക്ഷേ ചില കാൻഡിഡേറ്റ്സ് എന്താ വരുത്തുന്നതെന്ന് വെച്ചാൽ ഈ കോമ ഇടാൻ ചില ധൃതി കൊണ്ടാകാം, ശ്രദ്ധക്കുറവ് കൊണ്ടാകാം, എന്ത് സംഭവിക്കും, കോമ ഇടാനായിട്ട് മറന്നു പോകും. സോ ഫെയിലിംഗ് ടു യൂസ് എ കോമ ടു സെപ്പറേറ്റ് ഐറ്റംസ് ഇൻ എ സീരിയസ് ഇസ് ആക്ച്വലി എ സീരിയസ് മിസ്റ്റേക്ക് when it comes to punctuation. You can look at this example. Mr. John's condition is stable and his vital signs are within normal limits. ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് പോയേക്കാണ്. അപ്പോൾ വായിക്കുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവില്ല, കോമ കണ്ടില്ലെങ്കിൽ. സോ കോമ ഇടുമ്പോൾ നമുക്കറിയാം അതൊരു പോസ്റ്റിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഐഡിയ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമ്മളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് കോമ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പം കോമ കണ്ടില്ലെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് നമ്മൾ ആ സെൻറ്റൻസ് വായിച്ചു പോവുകയും ചെയ്യും അല്ലേ. സോ മിസ്റ്റർ ജോൺസ് കണ്ടീഷൻ ഇസ് സ്റ്റേബിൾ ആൻഡ് ഹിസ് വൈറ്റൽ സൈൻസ് ആർ വിത്തിൻ നോർമൽ ലിമിറ്റ്സ് എന്ന് എഴുതുന്നതിനേക്കാളും പകരം കോമ ഇട്ട് നമുക്കത് എഴുതാം. കറക്റ്റ് വേർഷൻ ഒന്ന് നോക്കിയേ. മിസ്റ്റർ ജോൺസ് കണ്ടീഷൻ ഇസ് സ്റ്റേബിൾ ആൻഡ് ഹിസ് വൈറ്റൽ സൈൻസ് ആർ വിത്തിൻ നോർമൽ ലിമിറ്റ്സ്. നമ്മൾ മുമ്പേ കണ്ട എക്സാമ്പിൾ പോലെ തന്നെയാണ് ആ ഐറ്റംസ്, അതായത് ആളുടെ കണ്ടീഷൻ സ്റ്റേബിളാണ്, വൈറ്റൽ സൈൻസ് എല്ലാം നോർമൽ ലിമിറ്റ്സിലാണെന്ന് പറഞ്ഞ ആ ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ, ആളുടെ പ്രസൻറ്റ് കണ്ടീഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലുള്ള ആ സെൻറ്റൻസ് മെൻഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കോമ ഇട്ട് കാര്യങ്ങൾ ആ ലിസ്റ്റിനെ ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. വേറൊരു എക്സാമ്പിൾ നോക്കാം. ദ പേഷ്യൻറ്റ് സിംറ്റംസ് ഇൻക്ലൂഡ് ഫീവർ, കഫ് ആൻഡ് എ സോർ ത്രോട്ട്. ഇവിടെ എവിടെയാണ് കോമ ഇടേണ്ടത്? യെസ്, നിങ്ങൾ ഗസ് ചെയ്ത് കാണും കറക്റ്റായിട്ട്. ഈ ഭാഗത്താണ് കോമ. അതാണ് ആ ലിസ്റ്റ് അല്ലേ. പേഷ്യൻറ്റിൻ്റെ സിംറ്റംസിനെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണ്. എന്തൊക്കെയാണ് സിംറ്റംസ്? ഫീവർ ഉണ്ട്, കഫ്, ദെൻ സോർ ത്രോട്ട്. പക്ഷെ അവിടെ കോമ ഇട്ടിട്ടില്ല. അപ്പോൾ വായിക്കുമ്പോഴും എഴുതുമ്പോഴും കാണുമ്പോഴും ആ ഫോർമാലിറ്റി നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു സെൻറ്റൻസിൽ പറ്റില്ല. അതിൻ്റെ കറക്റ്റ് വേർഷൻ എങ്ങനെയാണ്? ഫീവർ, കോമ, കഫ്, കോമ, ആൻഡ് എ സോർ ത്രോട്ട്. സോ ഇങ്ങനെ ലിസ്റ്റുകൾ എഴുതുമ്പോൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക ദറ്റ് യു ആർ നോട്ട് മിസ്സിങ് കോമാസ് ഇൻ ബിറ്റ്വീൻ. All right. And the next common error that students make are missing or misplaced apostrophes.
അപ്പോസ്ട്രോഫീസ് ആണ്. നമ്മൾ ഒന്നെങ്കിൽ പൊസിഷൻ അല്ലെങ്കിൽ പൊസിഷൻ കാണിക്കുന്ന ഒരു പൊസിഷൻ കാണിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പങ്ക്ച്വേഷനാണ് പുട്ടിങ് ആൻ അപ്പോസ്ട്രോഫി അല്ലേ. സോ അവിടുത്തെ അപ്പോസ്ട്രോഫിയിൽ മെയിനായിട്ട് ആൾക്കാർ വരുത്തുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇൻകറക്റ്റ്ലി യൂസിങ് അപ്പോസ്ട്രോഫീസ് ഫോർ പൊസിഷൻ ഓർ ആഡിങ് എൻ അപ്പോസ്ട്രോഫി വെയർ വൺ ഇസ് നോട്ട് നീഡഡ്. ചിലപ്പോൾ ഇൻകറക്റ്റ് ആയിട്ട് പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അപ്പോസ്ട്രോഫി പ്ലേസ് ചെയ്യും. അതിൽ ചില സമയത്ത് ആവശ്യമില്ലെങ്കിലും ഈവൻ വെൻ ഇറ്റ് ഈസ് നോട്ട് നെസസറി ആഡ് ചെയ്ത് കാണപ്പെടുന്ന സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ട്. അപ്പം ലുക്ക് അറ്റ് ദി എക്സാമ്പിൾ, ദ പേഷ്യൻസ് കണ്ടീഷൻ ഹാസ് ഇംപ്രൂവ്. ഇവിടെ ഒരാളെയാണ്, ആ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ ഇംപ്രൂവ് ആകുന്നുണ്ട് എന്ന് പറയാനുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഇത് ആണോ കറക്റ്റ് ഫോം? വി നീഡ് ടു പുട്ട് എ apostrophe after the word patient and s. Patient today, one patient's condition ഉള്ള ഐഡിയ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. സോ ദ പേഷ്യൻസ് കണ്ടീഷൻ ഹാസ് ഇംപ്രൂവ്ഡ്. ഓക്കെ, സോ മീനിങ്ങിൽ തന്നെ അവിടെ വ്യത്യാസം വരുന്നുണ്ട്. പേഷ്യൻസ് ആൻഡ് അപ്പോസ്ട്രോഫി ടെസ്റ്റ് എഴുതുമ്പോഴും നല്ല പേഷ്യൻറ്റിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ വി നീഡ് ടു പുട്ട് അപ്പോസ്ട്രോഫി ആൻഡ് എസ് ദെയർ. സോ ദാറ്റ്സ് എ തേർഡ് frequent error that a student makes. Then fourth one, punctuation with introductory phrases. In introductory phrases എന്താണെന്ന് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. So introductory phrases are words or phrases that we use at the beginning of a sentence that set the stage for the main part of the sentence. ഇത് യൂഷ്വലി ഈ introductory type of phrases it do not contain subject or verb. അപ്പോൾ അതിനൊറ്റയ്ക്ക് നിൽക്കാനും കഴിയില്ല. അപ്പോൾ അങ്ങനത്തെ phrases ആണ് introductory phrases എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഇൻട്രൊഡക്ടറി ഫ്രേസസിൽ നിന്നാണ് നിങ്ങളൊരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഫ്രേസസിന് ശേഷം യു ഹാവ് ടു പുട്ട് എ കോമ. ഓക്കെ, സോ നോട്ട് പ്ലേസിങ് എ കോമ ആഫ്റ്റർ ആൻ ഇൻട്രൊഡക്ടറി ഫ്രേസ് ദാറ്റ് പ്രിസീഡ്സ് എ മെയിൻ ക്ലോസ് ഓഫ് ദ സെൻറ്റൻസ്. ഞാനിപ്പോൾ പറഞ്ഞ അതേ ഐഡിയ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, കുറേ തവണ നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇൻകറക്റ്റ് ആയിട്ടുള്ള വേർഷനാണ് ഓൺ എക്സാമിനേഷൻ വിത്തൗട്ട് എ കോമ ഇറ്റ് ഗോസ് ലൈക്ക് ഓൺ എക്സാമിനേഷൻ ദ പേഷ്യൻറ്റ് അപ്പിയർഡ് അലേർട്ട് ആൻഡ് ഓറിയൻറ്റഡ്. പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള വേർഷൻ എങ്ങനെയാണ്? ഓൺ എക്സാമിനേഷൻ. അതാണ് നമ്മുടെ ഇൻട്രൊഡക്ടറി ഫ്രേസ് ഈ സെൻറ്റൻസിൽ. ഓൺ എക്സാമിനേഷൻ കോമ ദ പേഷ്യൻറ്റ് അപ്പിയർഡ് അലേർട്ട് ആൻഡ് ഓറിയൻറ്റഡ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ഫോളോയിങ് ദ പ്രൊസീജിയർ ഷീ വാസ് ട്രാൻസ്ഫേർഡ് ടു ദ വാർഡ്. അങ്ങനെയാണോ? അത് നമുക്ക് വായിക്കുമ്പോഴേ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഇനി കറക്റ്റ് ആയിട്ടുള്ള എങ്ങനെയാണ്? ഫോളോയിങ് ദ പ്രൊസീജിയർ കോമ ഷീ വാസ് ട്രാൻസ്ഫേർഡ് ടു ദ വാർഡ്. അപ്പോൾ എപ്പോൾ ഒരു ഇൻട്രൊഡക്ടറി സെൻറ്റൻസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും അതിൻ്റെ യൂസേജ് മനസ്സിലാക്കിയിട്ട് കോമ ഇട്ടതിന് ശേഷം ബാക്കി മെയിൻ സെൻറ്റൻസ് എഴുതാനായിട്ട് ശ്രമിക്കാം. ലാസ്റ്റ് വൺ, ഇത് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, പ്രശ്നം വരുത്തുന്ന ഒരു ഏരിയയാണ് ഹൈഫൻസ്. എവിടെയാണ് ഹൈഫൻ? അതിൻ്റെ കോമൺ ആയിട്ട് മിക്കയിടത്തും മിസ്റ്റേക്ക് വരുന്നതാണ്. സോ ദ കോമൺ മിസ്റ്റേക്ക് ദറ്റ് സ്റ്റുഡൻസ് മേക്ക് ഇസ് യൂസിങ് ഹൈഫൻസ് ഇൻകറക്റ്റ്ലി. യൂസ് ചെയ്യാൻ അതായത് ചിലപ്പോൾ അത് യൂസ് ചെയ്യില്ല, ചിലപ്പോൾ യൂസ് ചെയ്യും, വേണ്ടടുത്ത് ചിലപ്പോൾ അത് ഉപയോഗിക്കാറില്ല മെയിനായിട്ട്. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഷീ ഈസ് എ 24-year-old വുമൻ. ഇത് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നൊരു മിസ്റ്റേക്കാണ്. പക്ഷേ അതിൻ്റെ കറക്റ്റ് വേർഷൻ എന്ന് പറയുന്നത് ബിറ്റ്വീൻ ദ നമ്പർ 24 ആൻഡ് ദി വേർഡ് ഇയർ, അതുപോലെ തന്നെ ഓൾഡ് വുമൺ എന്നുള്ള നൗണിന് മുന്നേയും എന്ത് ചേർക്കണം? നമ്മൾ ഹൈഫൻ ചേർക്കണം. ഓക്കെ, അതായത് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ നൗണിന് മുന്നേ ഈ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് നമ്മൾ എന്ത് ചെയ്യണം? ഹൈഫനേറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ 24 ഇയേഴ്സ് എന്ന് അല്ലെങ്കിൽ ആ നമ്പറും ഇയറും വന്ന ആ ഒരു ഇത് ആ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്ന ഇതിനെ എന്ത് ചെയ്യണം? നമ്മൾ ഹൈഫനേറ്റഡ് ആക്കി എഴുതണം. ആൻഡ് ബിഫോർ ദിസ് നൗൺ. സോ ദിസ് ഈസ് എ കറക്റ്റ് വേർഷൻ. കാണുമെന്ന് വിചാരിക്കുന്നു. 24 ഒരു ഹൈഫൻ ഇടുന്നു, ഇയർ ആൻഡ് ഹൈഫൻ ഓൾഡ് വുമൻ. ഓക്കെ, ഇനി അടുത്തൊരു സെൻറ്റൻസ്, ദ ഫോളോ അപ്പ് വിസിറ്റ് ഇസ് സ്കെഡ്യൂൾഡ് ഫോർ 4 to 6 weeks. ഇവിടെ 2 സ്ഥലത്തുണ്ട് ഹൈഫൻ ഇടേണ്ടത്. ഇവിടെ ഫോളോ അപ്പിന് അവിടെ ഒരു ഹൈഫൻ ഇട്ടിട്ടില്ല. ആക്ച്വലി ഫോളോ അപ്പ് എന്ന് പറയുന്ന ഈ ഒരു വേർഡിൻ്റെ കൂടെ അല്ലെങ്കിൽ നൗണിൻ്റെ കൂടെ അത് നിങ്ങൾ ഹൈഫനേറ്റ് ആക്കേണ്ടതാണ്. ഫോളോ ഹൈഫൻ UP അപ്പ്. ഓക്കെ, സോ ദ ഫോളോ അപ്പ് വിസിറ്റ് ഇസ് സ്കെഡ്യൂൾഡ് ഫോർ 4 to 6. അതുപോലെ നമ്പർ റേഞ്ച് എഴുതുമ്പോൾ 2 to 3 അല്ലെങ്കിൽ 4 to 8 എന്നൊക്കെ നമ്പർ റേഞ്ച് എഴുതുമ്പോഴും അവിടെ നിങ്ങൾക്ക് എന്ത് ഇടാം? ഹൈഫൻ ഇടാം. അടുത്തൊരു എക്സാമ്പിളാണ്, ദ പേഷ്യൻറ്റ് വാസ് പോസ്റ്റ് ഓപ്പറേറ്റീവ്. ദ പേഷ്യൻറ്റ് വാസ് പോസ്റ്റ് ഓപ്പറേറ്റീവ്. ഹൈഫൻ ഇല്ലാണ്ടത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ ഈ പ്രിഫിക്സസ് വരുമല്ലോ ഒരു വാക്കിന് മുന്നേ, നമ്മൾ ഇപ്പോൾ പോസ്റ്റ് ഓപ്പറേറ്റീവ്, പ്രീ ഓപ്പറേറ്റീവ് അല്ലെങ്കിൽ നോൺ കംപ്ലയൻറ്റ് അങ്ങനത്തെയൊക്കെ വാക്കുകൾ വരുമ്പം ഈ പ്രീ, പോസ്റ്റ്, നോൺ എന്നൊക്കെ പറയുന്നത് എന്താണ്? പ്രിഫിക്സസ് ആണ്.
അപ്പോൾ ഇതുപോലെ പ്രിഫിക്സസ് വരുന്ന വാക്കുകൾക്ക് ആ പ്രിഫിക്സസിന് ശേഷം എന്ത് ചേർക്കണം? ഹൈഫൻ ചേർത്ത് ഹൈഫനേറ്റഡ് വേർഡ്സ് ആയിട്ട് അത് എഴുതേണ്ടതാണ്. സോ ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞ 5 കോമൺ ആയിട്ട് വരുന്ന പങ്ക്ച്വേഷൻ എറേഴ്സ്. കൂടുതലും എല്ലാവരും റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വരുത്തുന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ പങ്ക്ച്വേഷൻസിൽ വരുന്ന കോമൺ എറേഴ്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മിസ്റ്റേക്സുകളൊക്കെ ഒഴിവാക്കി പ്രോപ്പറായ ലെറ്റർ എഴുതി സ്കോർസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതുപോലത്തെ വീഡിയോസും ടിപ്സും ഒക്കെ ആയിട്ട് ഇൻഫോർമേറ്റീവ് ക്ലാസ്സൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അതൊന്നും മിസ്സാക്കാണ്ടിരിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ OET കോഴ്സിൻ്റെ പുതിയ ബാച്ച് ലോഞ്ച് ആയിട്ടുണ്ട്. സോ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാനും ജോയിൻ ചെയ്യാനുമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.